ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നാടൻ തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. വളരെ ഹെൽത്തിയാണ്. നമുക്കൊരു മായവും ചേർക്കാതെ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെയുള്ള ഒരു അടിപൊളി തോരൻ. ഒത്തിരി ഫൈബറിൻ്റെ കണ്ടൻറ്റൊക്കെ അടങ്ങിയിരിക്കുന്ന വാഴക്കൂമ്പ് തോരനാണ്. എല്ലാ കൂട്ടുകാർക്കും ഉണ്ടാക്കാനറിയാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് കേട്ടോ. ഭയങ്കര രുചിയാണിതിന്. ഞാൻ അതിനകത്തേക്ക് പരിപ്പും കൂടി ഇട്ടിട്ടാണ് തോരൻ വെക്കുന്നത്. അപ്പോൾ ഈ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു വാഴച്ചുണ്ട് എടുത്തിട്ടുണ്ട്. ഇതൊരല്പം വലിയ വാഴച്ചുണ്ടാട്ടോ. ഇത് ചേച്ചിയുടെ വീട്ടിൽ മഴയുടെ സമയത്തൊക്കെ കാറ്റ് വന്നപ്പോഴത്തേക്കും അതിന് ഭയങ്കര വലിയ കൊലയായിരുന്നു. അതിൻ്റെ വെയിറ്റൊക്കെ കൊണ്ട് അത് ഒടിഞ്ഞ് താഴേക്ക് വീണതാട്ടോ. അത് മലമ്പ്രദേശമാണ് അവരുടേത്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ട് തന്നതാണ്. അപ്പോൾ ഇത് നോക്കി, അതിൻ്റെ കായൊന്നും എല്ലാം ഒന്നും വിടർന്ന് തീർന്നിട്ടില്ലായിരുന്നു. നല്ലപോലെ നിൽപ്പുണ്ട്. ഈ കായൊക്കെ നമുക്ക് കൊത്തിയരിഞ്ഞെടുക്കാം. അതിൻ്റെ പൂവിൻ്റെ ആ സ്ഥലം മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പൂവ് എടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ പൂവ് എടുക്കുന്നില്ല. അതിൻ്റെ കായും ഇതെല്ലാം കൂടെ എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യം കുറച്ച് അതിൻ്റെ ഇതളുകളൊക്കെ നമുക്കൊന്ന് അടർത്തി മാറ്റാം. അത് ഇച്ചിരി ഹാർഡായിട്ടില്ല, സോഫ്റ്റായിട്ടുള്ളത് വരുമ്പോഴത്തേക്കും നമുക്ക് കൊത്തിയരിഞ്ഞെടുക്കാം. ഈ പോളകളിൽ തന്നെ നമുക്ക് തോരൻ സെർവ് ചെയ്യാനും വെക്കാം കേട്ടോ. നല്ല ഭംഗിയുമാണ്. ചൂടോടുകൂടി അതിനകത്തേക്ക് വെക്കുമ്പോൾ അതും ഒത്തിരി ഔഷധ ഗുണമുള്ള ഒരിതാണ്. ഇപ്പോൾ നോക്കിയാൽ കണ്ടില്ലേ, കായൊക്കെ വിടരാതെ നിൽക്കുന്നുണ്ടോ. പണ്ടൊക്കെ ഇതിനകത്ത് നിന്ന് തേനൊക്കെ കുടിച്ചിട്ടില്ലേ, കൂട്ടുകാരൊക്കെ കുടിച്ചിട്ടുണ്ടോ? എൻ്റെ ചെറിയ കാലത്തിലൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ് ഇതൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ. ഇതിനകത്ത് തേനുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചാൽ അവർ ചിരിക്കുമായിരിക്കും. അതിനെക്കുറിച്ചൊന്നും അവർക്കൊന്നും അറിവുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ വാഴക്കൂമ്പ്, ഇവിടെ വാഴച്ചുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇതിന് പലയിടത്തും പല പേരുകളാണല്ലോ പറയുന്നത്. ഈ വാഴച്ചുണ്ടിനകത്ത് ഒരുപാട് നാരിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വയറിനൊക്കെ ഒത്തിരി നല്ലതാണ് നാരിൻ്റെ അംശം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാം നമുക്ക്. അതിനായിട്ട് ഞാൻ പരിപ്പിട്ടാണ് വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ. പയറിട്ടും വെക്കാം, പക്ഷേ പയറിനേക്കാളും ടേസ്റ്റ് പരിപ്പാട്ടോ. ഞാൻ പരിപ്പിനെ കുതിർത്തെടുത്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചതാണ്. ഇനി ചട്ടിയിൽ വെച്ചാൽ വേവിക്കുന്നത്, കുക്കറിൽ വെക്കണ്ട, വെന്തുടയണ്ട. നമുക്ക് തോരനിടുമ്പം അല്പം ഒരു 3/4 വേവ് മതിയല്ലോ. ഇനി അതിനകത്തേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കാന്താരിയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇടാം. അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെ മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് അരിഞ്ഞെടുക്കാം കേട്ടോ. ചെറുപയറിട്ടാലും ടേസ്റ്റാണ്. ഞാൻ രണ്ടും ഇട്ട് വെച്ചിട്ടുണ്ട്, മുതിരയിട്ടും വെക്കാറുണ്ട്. പക്ഷേ ഈ പരിപ്പിട്ട് വെക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ. പരിപ്പ് വെന്തിട്ടുണ്ട്, അല്പം വെള്ളമുണ്ട്, ചട്ടിയിലിരുന്ന് വറ്റിക്കോളും. ഇത്രയും വെന്താൽ മതി. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വാഴച്ചുണ്ടിനെ കൊത്തിയരിഞ്ഞൊക്കെ എടുക്കാം. കൊത്തിയരിയുന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ അതിനുള്ളൂ കേട്ടോ. അതുകൊണ്ട് പലർക്കും ഈ വാഴച്ചുണ്ട് തോരൻ വെക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ആദ്യം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേക്കണം. കറ ഇതിന് നന്നായിട്ടുണ്ടാവുമല്ലോ. വെളിച്ചെണ്ണ തേച്ചിനും കറ ഉണ്ടാവില്ല എന്നല്ല കേട്ടോ, പക്ഷേ കുറച്ച് കുറവ് കിട്ടും. കത്തിയിലൊക്കെ തേച്ചിട്ട് നമുക്ക് അതിനെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാനതിൻ്റെ വാഴപ്പോളയിലിരിക്കുന്ന ആ വിടരാതെ വന്ന കായൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ പൂക്കളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് കായ സെപ്പറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ പൂവെടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിനെ ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ ഇതെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ അറ്റത്തും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് വെക്കാം. പെട്ടെന്ന് കറയാകും ഇതൊക്കെ. എന്നിട്ട് ഇതിനെ രണ്ടായിട്ട് മുറിക്കുകയാണ്. ഫുള്ളും വേണ്ട, ഇത് ഒരുപാട് വലുതല്ല. നമുക്കിതുകൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കിയ സൂപ്പർ ടേസ്റ്റാട്ടോ. അപ്പം ഞാൻ പകുതി മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിനെ നല്ലതുപോലെ ഒന്ന് കൊത്തിയരിഞ്ഞെടുക്കാം. അതിൻ്റെ സെൻറ്റർ ഭാഗം വരാത്ത നമുക്ക് കൊത്തിയരിയുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം വേണ്ടല്ലോ. എല്ലാവർക്കും അറിയാവുന്നതല്ല, അത് കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇതെല്ലാം കൊത്തിയരിഞ്ഞിടുകയാണ്. എല്ലാം കൊത്തിയരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നല്ലതുപോലെ തിരുമ്മി പിഴിഞ്ഞെടുക്കണം. ഞാൻ എണ്ണ പെരട്ടിയിട്ടും കയ്യിൽ കറ പറ്റിയ കണ്ടില്ലേ. ഈ കറയും നമുക്ക് പെട്ടെന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ്ബറില്ലേ, അതുകൊണ്ടൊന്ന് നന്നായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ കറയൊക്കെ നന്നായിട്ട് പൊക്കോളും. കൂർക്കയൊക്കെ അരിയുമ്പോഴുള്ള കറയും നമ്മൾ ഇതരിയുമ്പോഴുള്ള കറയുണ്ടെങ്കിലും പെട്ടെന്ന് പൊക്കോളും. ഇനി കറ ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് ഗ്ലൗസൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിനെ നല്ലതുപോലെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്ത രീതിയിൽ പിഴിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം. എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് നമുക്കൊന്ന് ഒരു 15 മിനിറ്റ് അതിനെ ഞാൻ മാറ്റി വെക്കാറുണ്ട് കേട്ടോ.
വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചിട്ട് അതിനൊരു 15 മിനിറ്റ് മാറ്റി വെക്കും. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ തേങ്ങയും അതിനകത്തേക്ക് ആവശ്യമുള്ള ചേരുവകളും ചേർത്ത് തിരുമ്മി മാറ്റി വെച്ചാലും നല്ലതാണ്. പക്ഷെ ഞാൻ തേങ്ങ മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടാണ് ഇതിനകത്ത് ചേർക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിക്കണം. എല്ലാം തിരുമ്മി യോജിപ്പിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ കൈ കൊണ്ട് നല്ല നീറ്റായില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കൊണ്ട് നന്നായിട്ട് റബ്ബ് ചെയ്തെടുത്ത് കഴിയുമ്പം കറയെല്ലാം കംപ്ലീറ്റ് മാറിക്കോളും. നമ്മൾ എണ്ണ കൂടി തേച്ചുകൊണ്ട് എളുപ്പം കറ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി അതിനുള്ള അരപ്പൊന്ന് ഒതുക്കിയെടുക്കാം. എന്തുമാത്രം എടുക്കുന്നു അതിനാവശ്യത്തിനനുസരിച്ച് തേങ്ങാ ചിരവി എടുക്കാം. ഞാൻ 3 പിടി എടുക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് ജീരകം, ഒരു വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ എരിവിന് കാന്താരി മുളക്. നമ്മൾ മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല. ഇത്രയും സാധനം കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒത്തിരി അരഞ്ഞു പോവുകയും വേണ്ട. തോരനുള്ളതൊക്കെ ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കറിയാക്കിയെടുക്കാം. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് ചെയ്യണം. അപ്പോഴാണ് നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് രുചി കൂടുന്നത്. കടുക് പൊട്ടിച്ചിട്ട് വറമുളകും ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ടൊന്നും ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. അത് കഴിയുമ്പം അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴച്ചുണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. നമുക്ക് മുടി വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ആവിയിൽ ഇത് വെന്ത് വരാവുന്നതേ ഉള്ളൂ. ചില ചീനച്ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഒരു 1/4 ഗ്ലാസ് വെള്ളം വല്ല ഒഴിച്ച് ഒന്നെടുക്കാൻ വെന്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ മതിയാകും. ഇനി അരപ്പ് കൂടെ അതിൻ്റെ സെൻറ്ററിലേക്ക് ഇട്ട് ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെച്ചിട്ട് പിന്നെ മൂടി വെച്ച് നമുക്ക് മൂടി വെക്കുമ്പം നമുക്ക് സ്മെല്ല്, അരപ്പ് വെന്ത സ്മെല്ല് പുറത്തേക്ക് വരില്ലേ. അപ്പം നമുക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ തുറന്ന് നോക്കിയിട്ട് പിന്നെ അതിൻ്റെ പുറത്തേക്ക് പരിപ്പും കൂടെ ഇട്ട് അതിൽ നിന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് അതും 2-3 മിനിറ്റ് വേണ്ടി വരും. നമ്മൾ ചെറിയൊരു മീഡിയം തീയിൽ ഇത് വേകുന്ന വരെയാണ്. അരപ്പ് വേകുന്നതാണ് അതിൻ്റെ ഒരു പാകം കേട്ടോ. നമ്മൾ വാഴച്ചുണ്ട് നേരത്തെ വെന്തിരിക്കുകയാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഉപ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതിനേക്കാളുപരി നാടൻ കറിയുടെ ഒരു പ്രത്യേക രുചി തന്നെയല്ല. നമുക്ക് ചോറിന് മാത്രമല്ല, നമുക്ക് വെറുതെ കഴിക്കാൻ കഞ്ഞിയുടെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. വീട്ടിൽ വാഴയൊക്കെ ഇല്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു വാഴക്കൂമ്പ് നമ്മൾ കളയരുത്. ഇതേത് വാഴയുടേതാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എല്ലാ വാഴയുടെ നല്ലതാണെന്ന് തോന്നുന്നു. ചിലതൊക്കെ കഴിക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ വാഴച്ചുണ്ട് പരിപ്പ് തോരൻ. അപ്പം വാഴച്ചുണ്ട് പരിപ്പുമായിട്ട് കറി വെച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് കറി വെച്ച് നോക്കുക. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കറികൾ ഇടയ്ക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനെ ഞാനൊന്ന് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഞാൻ ആ വാഴപ്പോളയിൽ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗി അങ്ങനെയൊക്കെ എടുത്ത് വെച്ചാണ് കേട്ടോ. നല്ല സ്മെല്ലാവട്ടെ അതിൽ ചൂടോടുകൂടിയൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ കറി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.